വിഷ്ണു, 29-30 മണിക്കൂറുകളാവുന്നു. ഇപ്പോഴാണ് നേരിയ തോതിലെങ്കിലും ഒരു ആശ്വാസമുണ്ടാക്കുന്ന ഈ തീ അല്പമെങ്കിലും ഒന്ന് നിയന്ത്രണ വിധേയമായി, അല്ലെങ്കിൽ തീ ഇപ്പോൾ തീനാളങ്ങൾ കാണാനില്ല എന്നൊരു ആശ്വാസ വാർത്ത ഇപ്പോൾ വരുന്നത്. നിലവിൽ ആ കപ്പലിൻ്റെ അവസ്ഥ എന്താണ്? അതിനെ സേവ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെയാണ് വിഷ്ണു? ഹാഷ്മി 33 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസത്തിന്റെ വാർത്ത വന്നത് പുക മാത്രം ഉയരുന്നു, തീ ഏറെക്കുറെ ശമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും നിയന്ത്രണ വിധേയമായി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കോസ്റ്റ് ഗാർഡും നേവിയും ഇതുവരെ എത്തിയിട്ടില്ല. ഈ കപ്പൽ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആരംഭിച്ച ഫയർ ഫൈറ്റിംഗ് മാത്രമാണ് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കപ്പലിനകത്തേക്ക് കയറി ഡയറക്റ്റ് ഫയർ ഫൈറ്റിങ്ങിനുള്ള ഒരു സാധ്യത ഇപ്പോഴും ഉടലെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കപ്പലിൽ നിന്ന് 50 മീറ്ററോ 60 മീറ്ററോ എല്ലാം മാറി നമ്മുടെ ICG ഷിപ്പുകളും INS ഷിപ്പുകളും ഡ്രോണിയറും ഒക്കെയാണ് ഈ ഫയർ ഫൈറ്റിംഗിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. പ്രധാനമായും സമുദ്രപ്രഹരിയും സച്ചത്തും സമ്മർദ്ദും ഈ 3 കപ്പലുകളാണ് ഈ വാട്ടർ ഫൈറ്റിംഗിന്റെ ഭാഗമായി മുൻനിരയിലുള്ളത്. പക്ഷേ ഇവർക്ക് ഈ വാട്ടർ ഫൈറ്റ് ഫുൾ ഫ്ലഡ്ജായി ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല. അത് അങ്ങിങ്ങുമായി മാത്രമാണ് നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വശത്ത് തീ കെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ICG ഉദ്യോഗസ്ഥർ കപ്പലിനകത്ത് കയറി ഡയറക്റ്റ് വാട്ടർ പമ്പ് ചെയ്ത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിൽ അതിനുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടില്ല. ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന, നമുക്ക് സങ്കടം വിതക്കുന്ന ഒരു കാര്യം, ആ 4 പേർ എവിടെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 18 പേർക്കൊപ്പം ആ കപ്പലിൽ നിന്ന് ഒരുപക്ഷെ ചാടിയ ആളുകളായിരിക്കാം ഇവർ. എങ്കിൽ അവരെവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ ഇന്നലെ മുതൽ പരിശോധനകൾ നടത്തുന്നെങ്കിലും അവരെ കണ്ടെത്താനായിട്ടില്ല. 4 ജീവനുകളാണ്. ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഗാർഡും അവർ പരമപ്രാധാന്യം നൽകുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ കപ്പലിലെ ആളുകളെ രക്ഷിക്കുക, 4 പേരെ കണ്ടെത്തുക എന്നുള്ളത്. മറ്റൊന്ന്, ഈ തീ ശമിപ്പിച്ചുകൊണ്ട് ഈ കപ്പല് ഏതെങ്കിലും തരത്തിൽ മുങ്ങാതെ കാത്തു സൂക്ഷിക്കുക. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതൊരു ഹസാഡസ് എലമെന്റുകളുള്ള കണ്ടെയ്നറുകളാണ്. അത് എൽസ 3 പോലെയല്ല. എൽസ 3യിൽ നിന്ന് ആ നിമിഷം തന്നെ ഓയിൽ ലീക്കേജ് ഉണ്ടായെങ്കിൽ പോലും അത് 2 നോട്ടിക്കൽ മൈൽ മാത്രമാണ് എത്തിയത്. അതിനു മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ നമ്മളുടെ ICG വെസലുകൾക്കും INSനും ഒക്കെ സാധിച്ചിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏതെങ്കിലും തരത്തിൽ ഓയിൽ സ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് തടയുക വളരെ ശ്രമകരമായിരിക്കും. ബൂം ചെയ്ത് അതിനെ പ്രതിരോധിക്കാനുള്ളതിനേക്കാൾ എമൗണ്ട് കൂടുതലാണ് ഈ കപ്പൽ എന്നാണ് നമുക്ക് ഈ നേവി ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുമ്പോൾ മനസ്സിലാകുക. ഒപ്പം തന്നെ ഒരു ബ്ലാസ്റ്റിനുള്ള സാധ്യത ഇപ്പോഴും വിദൂരമല്ലാതെ അവിടെ തുടരുന്നുണ്ട്. ആശങ്കയുടെ മണിക്കൂറുകളാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ വളരെ ശക്തമായി തന്നെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ICG ഉദ്യോഗസ്ഥരും നേവിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. ആ തീപ്പുക പലങ്ങൾക്കിടയിലൂടെയാണ് അവർ ഈ രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ 33 മണിക്കൂറായി തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഷ്മി. കോസ്റ്റ് ഗാർഡ് ഏറ്റവും കൂടുതൽ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം അതിൽ കറുത്ത പുക, വലിയ പുകച്ചൂരുകളെ ആകാശത്തേക്ക് ഉയരുന്ന ഇപ്പോഴും കാണാം. തീനാളങ്ങൾ ഇപ്പോൾ പുറത്ത് കാണാനില്ല. പക്ഷെ അപ്പോഴും അതിനകത്തെ ഡെക്കിലെങ്ങാനും തീയരിയുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്തായാൽ കണ്ടാൽ ഭീതി ഉണ്ടാക്കുന്ന വലിയ നമ്മുടെ കേരള തീരത്ത് ഒരു കപ്പൽ ഇങ്ങനെ 10-33 മണിക്കൂറായി നിന്ന് പച്ചമരം കത്തും പോലെ നിന്ന് കത്തുന്നു, ഇടിവെട്ടേറ്റ മട്ടിൽ. ഈ ദൃശ്യങ്ങൾ ഉറപ്പായും തീരദേശത്തിന് മാത്രമല്ല കാണുന്നവർക്കൊക്കെ ഒരു ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണെന്ന് സംശയമില്ല.